വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. ഡിഫറെന്റ് പ്രൈസിംഗ് മെത്തേഡ്സിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സ്കിമ്മിംഗ് പ്രൈസിംഗ്. ഹിയർ കമ്പനി ചാർജസ് വെരി ഹൈ പ്രൈസ് അറ്റ് ദ ബിഗിനിങ്, ലേറ്റർ പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ്. ഇവിടെ എന്താ പറയുന്നത്? കമ്പനി ഒരു പ്രോഡക്റ്റ് ആദ്യം മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ടൈം അതിന് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ പിന്നീട് അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഐഫോണിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഐഫോൺ 13 2021 ടൈമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ടൈം അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 80,000, ഒരു 80,000 റേഞ്ചിലായിരുന്നു അതിൻ്റെ റേറ്റ്. പക്ഷെ പിന്നീട് ഈ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ 2025 ഈ 26 ടൈമിൽ നമുക്ക് ആ സെയിം ഐഫോൺ ഒരു 45,000, ഒരു 43 to 45,000 ഉള്ളിൽ വാങ്ങാൻ പറ്റും. സോ ഇവിടെ ഐഫോൺ ഏത് പ്രൈസിങ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്? സ്കിമ്മിങ് പ്രൈസിങ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഏൺ ഹൈ പ്രോഫിറ്റ് ക്വിക്ക്ലി. അതായത് ലോഞ്ച് ചെയ്യുന്ന ടൈം തന്നെ അവരുടെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഒപ്പം തന്നെ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോസ്റ്റുകൾ ആ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ലേ, ഈ റിസർച്ച് കോസ്റ്റ് ഒക്കെ പോലെ. സോ ഇതൊക്കെ വേഗം റിക്കവർ ചെയ്തെടുക്കുക. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് സ്കിമ്മിംഗ് പ്രൈസിങ്ങിൻ്റെ. നെക്സ്റ്റ് വൺ ആണ് പെനട്രേഷൻ പ്രൈസിങ്. ഹിയർ കമ്പനി ചാർജസ് വെരി ലോ പ്രൈസ് അറ്റ് ദ ബിഗിനിങ്. ഇവിടെ എന്താ പറയുന്നത്? കമ്പനി പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ടൈം ആ പ്രോഡക്റ്റിന് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നീടാണ് കുറച്ചായി അവരതിനെ ഇൻക്രീസ് ചെയ്തിട്ട് വരിക. സോ ഇവിടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് പെനട്രേഷൻ പ്രൈസിങ്ങിൻ്റെ? ക്യാപ്ചർ ലാർജ് മാർക്കറ്റ് ഷെയർ ക്വിക്ക്ലി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഇവിടെ OTT പ്ലാറ്റ്ഫോമിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പുതിയൊരു OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്ന ടൈം അവർ ഒരു 99 രൂപ സബ്സ്ക്രിപ്ഷൻ ചാർജ് ആ രീതിയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എന്തിനാണ് ഇത്രയും പ്രൈസ് കുറവാക്കിയിട്ട് കൊടുക്കുന്നത് വെച്ചാൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക. അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. സോ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലായിരിക്കും. സോ പെനട്രേഷൻ പ്രൈസിങ് എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ഇതിനെ തന്നെയാണ് നമ്മൾ മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത്. വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഇവിടെ എന്താണ് ഈ മെത്തേഡ് എന്ന് നോക്കാം. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് ഫിക്സഡ് മാർജിൻ പ്രോഫിറ്റ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ ഒരു കമ്പനി ഷർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെക്കൂ. ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടായ കോസ്റ്റ് 500 രൂപയാണ്. ഈ കോസ്റ്റിൻ്റെ കൂടെ കമ്പനി ഒരു ഫിക്സഡ് പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യും. ഇവിടെ കമ്പനി ആഡ് ചെയ്യുന്നത് 20%. ഇതിൻ്റെ ബേസിസിലായിരിക്കും ആ ഷർട്ടിന് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇവിടെ നോക്കിയോളൂ, പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കോസ്റ്റ് പ്ലസ് ഫിക്സഡ് പ്രോഫിറ്റ് മാർജിൻ ആണ്. ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റായി? 500 രൂപ പ്ലസ് അവർ ഫിക്സ് ചെയ്ത ഫിക്സഡ് പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്? 20%. അതായത് 500 രൂപൻ്റെ 20%, സോ 100 രൂപ. സോ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 500 + 100, അതായത് 600 രൂപ. ഈ 600 രൂപയ്ക്കാണ് ഈ കമ്പനി പുറമേ ഈ ഷർട്ട് വിൽക്കുന്നത്. പൊതുവേ റീറ്റെയിൽ ബിസിനസ്സിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നൊരു മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. നെക്സ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. പ്രൈസ് ഈസ് ബേസ്ഡ് ഓൺലി ഓൺ വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഇഗ്നോർഡ് ഇൻ ഷോർട്ട് റൺ. ഇവിടെ എന്താ പറയുന്നത്? പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഷോർട്ട് റണ്ണിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ഫുള്ളി ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യാറ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ജ്യൂസ് ഷോപ്പ് മേക്കിംഗ് 100 കപ്പ് എ ഡേ. ഒരു ദിവസം അവർ 100 കപ്പ് ജ്യൂസാണ് ഉണ്ടാക്കുക. സോ എക്സ്ട്രാ 1 കപ്പ് കൂടെ അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ ഇവിടെ വേരിയബിൾ കോസ്റ്റ് ആണ് പറയുന്നത്. അതായത് ആ ഒരു എക്സ്ട്രാ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രൂട്ടും ഷുഗറൊക്കെ യൂസ് ചെയ്യുമല്ലോ, സോ അതിന് വരുന്ന കോസ്റ്റാണ് 10 രൂപ. സോ ഇവർ ഈ എക്സ്ട്രാ കപ്പ് എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്? ഈ ജ്യൂസ് ഷോപ്പ് 10 രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ആയ റെൻറ്റ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ സാലറി ഫോർ ദിസ് എക്സ്ട്രാ കപ്പ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ജസ്റ്റ് വാണ്ട് ടു കവർ ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഇറ്റ്.
ഗോയിങ് റേറ്റ് പ്രൈസിംഗ്, ഓൾസോ നോൺ ആസ് കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ്. ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഇവിടെ കമ്പനി എങ്ങനെയാണ് അവരുടെ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുക. കോമ്പറ്റീറ്ററിനെ നോക്കും, കോമ്പറ്റീറ്റർ എങ്ങനെയാണോ അവരുടെ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ് ഇവിടെ ചെയ്യാറ്. ഇത് ഒലിഗോപോളി മാർക്കറ്റ്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൈസിംഗ് മെത്തേഡാണ്. ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കൊക്കക്കോല ആൻഡ് പെപ്സി. കൊക്കക്കോലയുടെ പ്രൈസ് എത്രയാണ് നോക്കിയിട്ടായിരിക്കും പെപ്സി അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക. സോ പ്രൈസ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ദ കോമ്പറ്റീറ്റർ ചാർജ്. കോമ്പറ്റീറ്റർ എത്ര ചാർജ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. നോട്ട് ഗവൺമെൻറ് കൺട്രോൾ. എന്തുകൊണ്ടാണ് ഇവിടെ നോട്ട് ഗവൺമെൻറ് കൺട്രോൾ എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പ്രൈസിങ് മെത്തേഡ് കൂടെ പഠിക്കുന്നുണ്ട്. സോ ഇത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് ജസ്റ്റ് ആ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ പ്രൈസ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് ചാർജ്. റിലേറ്റീവ് പ്രൈസിങ് എന്താണെന്ന് നോക്കാം. ഹിയർ കമ്പനി ചാർജസ് വെരി ലോ പ്രൈസ് ടു റിമൂവ് കോമ്പറ്റീറ്റേഴ്സ്. ഇവിടെ കമ്പനി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം, അത്രമാത്രമാണ്. ആഫ്റ്റർ കോമ്പറ്റീറ്റേഴ്സ് ലീവ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ്. പിന്നീട് അവർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ആൻറ്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. ഈ ലാർജ് ഓൺലൈൻ കമ്പനീസ് സെൽ പ്രോഡക്റ്റ് അറ്റ് ഹെവി ലോസസ് ടു എലിമിനേറ്റ് സ്മോൾ സെല്ലേഴ്സ്. ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ, ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ ഓൺലൈൻ കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചാൽ, സാധാരണ കൂടുതലായിട്ടും സെയിൽസ് നടക്കുന്നത് ഫെസ്റ്റിവൽ സീസണിലാണ്. സോ ഇവർ ഫെസ്റ്റിവൽ സീസണിൽ ഫെസ്റ്റിവൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് വലിയ ഓഫറുകൾ കൊടുക്കാറുണ്ട്. സോ ഇങ്ങനെ ഓഫർ കൊടുക്കുന്നതിലൂടെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിനെ അവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്മോളർ ഓൺലൈൻ സെല്ലേഴ്സ് കുഡിൻ കോമ്പീറ്റ്. ചെറിയ ഓൺലൈൻ സെല്ലേഴ്സിന് ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ആ ഒരു സീസൺ കഴിഞ്ഞു വെച്ചാൽ ഓൾറെഡി ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയായിരുന്നു ആ രീതിയിലേക്ക് തന്നെ ആക്കും. അതായത് ഈ ഓഫറുകളൊക്കെ അവർ മാറ്റും. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ കമ്പനി എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ, ആക്ച്വൽ പ്രൈസിനെയും വെച്ചിട്ട് ചീപ്പറായിട്ട് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യും. സോ അതിലൂടെ അവർ പർച്ചേസ് ചെയ്യും. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് 1999 അങ്ങനെയാണ് അവർ പ്രൈസ് ടാഗ് അവിടെ വെച്ചിട്ടുണ്ടാവുക. സോ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ പ്രൈസിങ് മെത്തേഡാണ്. സൈക്കോളജിക്കൽ പ്രൈസിങ് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ഓഡ് പ്രൈസിങ്. പ്രീമിയം പ്രൈസ് എന്താണെന്ന് നോക്കാം. പ്രീമിയം പ്രൈസിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ കമ്പനി എങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? വളരെ ഹൈ ആയിരിക്കും. സോ ഈ ഹൈ പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ഒരു ലക്ഷറി ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹൈ പ്രൈസ് ഇറ്റ്സെൽഫ് ബിക്കം എ സിമ്പിൾ ഓഫ് ക്വാളിറ്റി എന്നും പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റോളക്സ് വാച്ച്. ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ഓർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇവിടെ എന്താ പറയുന്നത്? ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസിലായിരിക്കും അത് സെല് ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. മൂവി ടിക്കറ്റ് ഹാവ് ഡിഫറെൻറ്റ് പ്രൈസ് ഫോർ സ്റ്റുഡൻസ്, അഡൾട്ട് ആൻഡ് വീക്കെൻഡ്സ്. ഇപ്പോൾ നമ്മുടെ നോർമലി തന്നെ നോർമൽ ഡേയ്സിനെ വെച്ചിട്ട് മേ ബി കൂടുതലായിരിക്കും പ്രൈസ് വീക്കെൻഡ്സിൽ. സോ ഇവിടെ സെയിം പ്രോഡക്റ്റ് ആണ്, ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസിൽ സെല് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. ഇത് നോക്കോളൂ. ഓൾറെഡി നമ്മൾ ഗോയിങ് കൺസേൺ പ്രൈസിങ് ഡിസ്കസ് ചെയ്യുന്ന ടൈം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് റിലേറ്റഡ് അല്ല, കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനായിരുന്നു നോട്ട് ചെയ്യാൻ പറഞ്ഞത്. എന്താണ് അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ, ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, ഒരിക്കലും മാർക്കറ്റ് ഫോഴ്സ് അല്ല. എക്സാമ്പിൾ നോക്കോളൂ. ഇലക്ട്രിസിറ്റി ടാരിഫ്സ്, അതുപോലെ തന്നെ പെട്രോളിൻ്റെ പ്രൈസ്. നമ്മൾ ഇന്ത്യൻ ഓയിലിൽ പോവുകയാണ് വെച്ചാലും, ഭാരത് പെട്രോളിയത്തിൽ പോവുകയാണ് വെച്ചാലും, HP പോവുകയാണ് വെച്ചാലും പെട്രോളിൻ്റെ വില ഒന്ന് തന്നെയായിരിക്കും. സോ അത് ഇവിടെ എന്താ ഫിക്സ് ചെയ്യുന്നത്? ആ ഒരു പർട്ടിക്കുലർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, അല്ലാതെ മാർക്കറ്റ് ഫോഴ്സ് അല്ല. പ്രോഡക്റ്റ് മിക്സ് പ്രൈസിങ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. സോ ഇതിലൊരു 5 എണ്ണമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്. എന്താണ് പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്? ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സെയിം പ്രോഡക്റ്റ് ആർ പ്രൈസിങ് ഡിഫറെൻ്റ്ലി. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻ പലതരം പ്രൈസ് ആയിരിക്കും അതിന്. എക്സാമ്പിൾ പറയാം. സ്മാർട്ട് ഫോൺ എടുക്കുകയാണ് വെച്ചാൽ സെയിം ഫോൺ ആയിരിക്കും, 64 GB സ്റ്റോറേജ് ഉള്ളതിന് ഒരു പ്രൈസ്. പക്ഷേ സെയിം ഫോൺ 128 GB ആണ് സ്റ്റോറേജ് എങ്കിൽ അതിന് കുറച്ചുകൂടെ ഹയർ പ്രൈസ് ആയിരിക്കും. സെയിം ഫോൺ 256 GB ആണ് വെച്ചാൽ
അത് ഒന്നുകൂടെ ഹയർ പ്രൈസ് ആയിരിക്കും. സോ പ്രോഡക്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷന് ഇവിടെ ഡിഫറെൻറ്റ് പ്രൈസാണ് ചാർജ് ചെയ്യുന്നത്. ഓപ്ഷണൽ പ്രോഡക്റ്റ് പ്രൈസിങ് എന്താണെന്ന് നോക്കാം. എക്സ്ട്രാ ഓർ ഓപ്ഷണൽ പ്രോഡക്റ്റ് ആർ പ്രൈസ്ഡ് സെപ്പറേറ്റ്ലി. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. കാറ്. നമ്മൾ കാറ് വാങ്ങുമ്പോൾ കാറിന് ഇപ്പോൾ ഒരു 7 lakh ആണ് വെക്കും പ്രൈസ്. പക്ഷേ ഈ എക്സ്ട്രാ പ്രോഡക്റ്റുകൾ, അതായത് മ്യൂസിക് സിസ്റ്റം, സൺറൂഫ്, എയർ ബാഗ്സ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓപ്ഷണലാണ്. സോ ഈ ഓപ്ഷണൽ പ്രോഡക്ട്സിന് സെപ്പറേറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുക. അല്ലാതെ ഈ കാറിൻ്റെ പ്രൈസ് എത്രയാണോ അത് ഈ ഓപ്ഷണൽ പ്രൈസും കൂടെ ചാർജ് ചെയ്ത് വരുന്ന ഒന്നായിരിക്കില്ല. കാറിൻ്റെ പ്രൈസ് പ്ലസ് നമുക്ക് ഈ ഓപ്ഷണൽ പ്രോഡക്റ്റിന് എക്സ്ട്രാ പ്രൈസ് ചാർജ് ചെയ്യും. ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു മെയിൻ പ്രോഡക്റ്റും ഉണ്ടാവും, സപ്പോർട്ടിംഗ് പ്രോഡക്റ്റും ഉണ്ടാവും. മെയിൻ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. സപ്പോർട്ടിംഗ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തോളൂ. ഗ്യാസ് സ്റ്റൗ. ഇവിടെ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് മെയിൻ പ്രോഡക്റ്റ് ആണ്. നമുക്ക് 1 time പർച്ചേസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ലോ ആണെന്ന് പറയും. കാരണം 1 time പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. ഗ്യാസ് സ്റ്റൗവിൻ്റെ സപ്പോർട്ടിംഗ് പ്രോഡക്റ്റ് എന്താണ്? LPG സിലിണ്ടർ. ഇതിൻ്റെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് റീഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം സിലിണ്ടർ, അല്ലേ? സോ ഇവിടെ വിത്തൗട്ട് ഗ്യാസ് റീഫിൽ സ്റ്റൗ എന്ന് പറയുന്ന മെയിൻ പ്രോഡക്റ്റ് യൂസ്ലെസ് ആണ്. സോ സ്റ്റൗ വാങ്ങിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും സപ്പോർട്ടിംഗ് പ്രോഡക്റ്റായ സിലിണ്ടറും വാങ്ങും. അത് റീഫില്ല് ചെയ്തും പോകും. മറ്റൊരു എക്സാമ്പിളാണ് റേസർ ആൻഡ് ബ്ലേഡ്. ഇവിടെ റേസർ എന്നുള്ളത് മെയിൻ പ്രോഡക്റ്റ് ആണ്, ബ്ലേഡ് എന്നുള്ളത് സപ്പോർട്ടിംഗ് പ്രോഡക്റ്റ് ആണ്. സോ വിത്തൗട്ട് ബ്ലേഡ് നമുക്ക് റേസർ എന്നുള്ളത് യൂസ്ലെസ് ആണെന്ന് പറയാം. അടുത്ത പ്രൈസിംഗ് മെത്തേഡാണ് ബൈ പ്രോഡക്റ്റ് പ്രൈസിംഗ്. ഇവിടെ കമ്പനി സെൽ ബൈ പ്രോഡക്റ്റ് ടു റെഡ്യൂസ് മെയിൻ പ്രോഡക്റ്റ് കോസ്റ്റ്. എക്സാമ്പിൾ നോക്കോളൂ. പെട്രോളിയം റിഫൈനറി. ഇവിടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പെട്രോളും ഡീസലൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഈ ബൈ പ്രോഡക്റ്റുകളായ ബിറ്റുമനും പാരഫിനും നമ്മൾ സെല് ചെയ്യുന്നതിലൂടെ മെയിൻ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ബിറ്റുമനൊക്കെ നമുക്ക് ഈ റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ മെയിൻ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ ബൈ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബൈ പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, പ്രോഡക്റ്റ് ബണ്ടിൽ പ്രൈസിംഗ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 2 അതിൽ കൂടുതലോ പ്രോഡക്റ്റുകൾ നമ്മളൊരു പാക്കേജ് എന്ന രീതിയിൽ സെല് ചെയ്യും. ഇൻഡിവിജ്വലി അതിൽ ഓരോ പ്രോഡക്റ്റും വാങ്ങുമ്പോൾ ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ, അതിനെയും വെച്ച് കുറവായിരിക്കും ഈ പാക്കേജ് ആയിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്നത്. സോ ബണ്ടിൽ പ്രൈസ് ഈസ് ലോവർ ദാൻ ബൈയിങ് സെപ്പറേറ്റ്ലി എന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. കോംബോ മീൽസ് അറ്റ് റെസ്റ്റോറൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ബർഗർ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ, ഫ്രൈസ് വാങ്ങുമ്പോൾ സെപ്പറേറ്റ്, ഡ്രിങ്ക്സ് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ അതിനൊക്കെ ഒരു സെപ്പറേറ്റ് ചാർജ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് നമ്മൾ ബണ്ടിലായിട്ട് വാങ്ങുകയാണെങ്കിൽ ചാർജ് നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് പ്ലസ് TV പാക്കേജ് അറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. സോ ഹിയർ എൻകറേജ് കസ്റ്റമേഴ്സ് ടു ബൈ മോർ. കസ്റ്റമേഴ്സിനെ കൂടുതലും ബൈ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രൈസിംഗ് മെത്തേഡാണ് പ്രോഡക്റ്റ് ബണ്ടിൽ പ്രൈസിംഗ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.